ഹായ് എവ്രിവൺ, എല്ലാവർക്കും ഫൈൻഡിങ് ഫാക്ട്സ് യൂട്യൂബ് ചാനലിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ആവേഗം എന്ന് പറയുന്ന ടോപ്പിക്കാണ് നോക്കാൻ വേണ്ടി പോകുന്നത്. ഒരു ചെറിയ ടോപ്പിക്കാണ്, ചെറിയ വീഡിയോ ആയിരിക്കും. നിങ്ങൾ ഇതുവരെയുള്ള ടോപ്പിക്കുകളിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ കമൻറ്റുകൾ അറിയിക്കുക. അതേപോലെ ആർക്കെങ്കിലും നോട്ട്സ് ആവശ്യമുണ്ടെങ്കിലും നിങ്ങൾ യെസ് എന്ന് കമൻറ്റ് ചെയ്തതിന് ശേഷം നിങ്ങളുടെ മെയിൽ ഐ ഡി കൂടെ അറ്റാച്ച് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് നോട്ട്സ് സെൻഡ് ചെയ്ത് തരാൻ വേണ്ടി പറ്റും. ഇത് പെട്ടെന്ന് പഠിക്കാൻ തുടങ്ങുന്ന ആൾക്കാരെ ഉദ്ദേശിച്ചുകൊണ്ട് മാത്രമാണ് നോട്ട്സിൻ്റെ കാര്യം പറഞ്ഞത്. അല്ലാത്തവർ സ്വന്തമായിട്ട് നോട്ട്സ് ഉണ്ടാക്കി പ്രിപ്പയർ ചെയ്ത് പഠിക്കാൻ വേണ്ടി ശ്രമിക്കുക. അപ്പോൾ നമ്മൾ ആവേഗം എന്ന് പറയുന്ന ടോപ്പിക്കിലേക്ക് കടക്കാം. ആവേഗം അഥവാ ഇമ്പൾസ്. ആവേഗം എന്ന് പറയുന്നത് ചെറിയൊരു സമയത്തേക്ക് പ്രവർത്തിക്കുന്ന വലിയ ബലമാണ്. ഒരു സ്മോൾ ഫ്രാക്ഷൻ ഓഫ് ടൈമിൽ പ്രവർത്തിക്കുന്ന ഒരു ബിഗ് ഫോഴ്സിനെയാണ് നമ്മൾ ആവേഗബലം അല്ലെങ്കിൽ ആവേഗം എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ആവേഗം എന്ന് പറയുന്നതിൻ്റെ ഫോർമുല എന്ന് പറയുന്നത് ആവേഗം ഈസ് ഈക്വൽ ടു ബലം ഇൻറ്റു സമയമാണ്. അതുകൊണ്ട് തന്നെ അതിൻ്റെ യൂണിറ്റ് വരിക, ബലത്തിൻ്റെ യൂണിറ്റ് ന്യൂട്ടൺ, സമയത്തിൻ്റെ യൂണിറ്റ് സെക്കൻഡ്. അപ്പോൾ ആവേഗത്തിൻ്റെ യൂണിറ്റ് എന്ന് പറയുന്നത് ന്യൂട്ടൺ സെക്കൻഡ് ആയിരിക്കും. ഇനി ആവേഗത്തിലേക്ക് എങ്ങനെയാണ് വരുന്നത് എന്നുള്ള ഇക്വേഷൻ നമ്മൾ അവിടെ നൽകിയിട്ടുണ്ട്. ഫോഴ്സ് എന്ന് പറയുന്നത് എം എ ആണ്, നമ്മൾ സെക്കൻഡ് ലോ ഓഫ് മോഷൻ വെച്ച് പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ എം എനെ നമുക്ക് എം ഡെൽറ്റ വി ബൈ ടി എന്ന് എഴുതാൻ വേണ്ടി പറ്റും. എം ഡെൽറ്റ വി എന്ന് പറയുന്നത് എം ഇൻറ്റു വി ഫൈനൽ മൈനസ് വി ഇനീഷ്യൽ ഡിവൈഡ് ബൈ ഡെൽറ്റ ടി എന്ന് എഴുതാൻ വേണ്ടി പറ്റും. അത് നമ്മൾ എം വി വെലോസിറ്റി ഫൈനൽ മൈനസ് എം വെലോസിറ്റി ഇനീഷ്യൽ ബൈ ഡെൽറ്റ ടി എന്ന് എഴുതാൻ വേണ്ടി പറ്റും. ഇനി ആ എം വി ഫൈനൽ എന്ന് പറയുന്നത് എന്താണ്? അന്ത്യ ആക്കമാണ് അല്ലേ, ഫൈനൽ മൊമെന്റം ആണ്. അപ്പോൾ പി ഫൈനൽ മൈനസ് പി ഇനീഷ്യൽ എന്ന് എഴുതാൻ വേണ്ടി പറ്റും. അങ്ങനെ എഫ് നെറ്റ് എന്ന് പറയുന്നത് ഡെൽറ്റ പി ബൈ ഡെൽറ്റ ടി എന്ന് എഴുതാൻ വേണ്ടി പറ്റും. ഇനി ഈ ഡെൽറ്റ ടീനെ നമ്മൾ ഓപ്പോസിറ്റ് സൈഡിലേക്ക് എടുത്തു കഴിഞ്ഞാൽ, ലെഫ്റ്റ് സൈഡിലേക്ക് എഫിൻ്റെ കൂടെ എടുത്തു കഴിഞ്ഞാൽ എഫ് നെറ്റ് ഇൻറ്റു ഡെൽറ്റ ടി ഈസ് ഈക്വൽ ടു ഡെൽറ്റ പി എന്ന് കിട്ടും. നമ്മൾ നേരത്തെ കണ്ടു ആവേഗം എന്ന് പറയുന്നത് ബലം ഇൻറ്റു സമയമാണ്, അതായത് ഫോഴ്സ് ഇൻറ്റു ടൈം ആണെന്ന് പറഞ്ഞു. അപ്പോൾ എഫ് നെറ്റ് ഇൻറ്റു ഡെൽറ്റ ടി എന്ന് പറയുന്നത് എന്താണ്? ആവേഗമാണ്, വിച്ച് ഈസ് ഈക്വൽ ടു ഡെൽറ്റ പി എന്ന് കിട്ടും. അതായത് ആവേഗം ഈസ് ഈക്വൽ ടു ആക്ക വ്യത്യാസം എന്നുള്ള ഒരു ഇക്വേഷനാണ് നമുക്കിവിടെ ലഭിക്കുക. ഇതിനെയാണ് നമ്മൾ ആവേഗ ആക്ക തത്വം എന്നറിയപ്പെടുന്നത്. ആവേഗം ഈസ് ഈക്വൽ ടു ആക്ക വ്യത്യാസം എന്നുള്ള ഇക്വേഷനെയാണ് നമ്മൾ ആവേഗ ആക്ക തത്വം എന്ന് പറയുന്നത്. ഒരു വസ്തുവിൽ ഉണ്ടാകുന്ന ആക്ക വ്യത്യാസം അതിൽ അനുഭവപ്പെടുന്ന ആവേഗത്തിന് തുല്യമായിരിക്കും. ആക്ക വ്യത്യാസം സ്ഥിരമായിരുന്നാൽ വസ്തുവിന് അനുഭവപ്പെടുന്ന ബലം അത് പ്രയോഗിക്കാൻ എടുക്കുന്ന സമയത്തിന് വിപരീത അനുപാതത്തിലായിരിക്കും. അതായത് ഇവിടെ ഒരു എക്സാമ്പിൾ നമ്മൾ കൺസിഡർ ചെയ്യണം, അല്ലാതെ നമുക്ക് ഈ ഒരു സെന്റൻസ് മനസ്സിലാവില്ല. ആക്ക വ്യത്യാസം സ്ഥിരമായിരുന്നാൽ വസ്തുവിന് അനുഭവപ്പെടുന്ന ബലം അത് പ്രയോഗിക്കാൻ എടുക്കുന്ന സമയത്തിന് വിപരീത അനുപാതത്തിലായിരിക്കും. അതായത് ആക്ക വ്യത്യാസം എന്ന് പറയുന്നത് ചേഞ്ച് ഓഫ് മൊമെന്റം, റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മൊമെന്റം എന്ന് പറയുന്നത് കോൺസ്റ്റന്റ് ആയിരുന്നാൽ അവിടെ ഉണ്ടാകുന്ന ആവേഗം, അനുഭവപ്പെടുന്ന ബലം, അവിടെ അനുഭവപ്പെടുന്ന ഫോഴ്സ് എന്ന് പറയുന്നത് ആ ഫോഴ്സ് ഏത് പോയിന്റ് ഓഫ് ടൈമിലാണോ അവിടെ ആക്ട് ചെയ്തത് ആ ടൈമിന് ഇൻവേഴ്സ്ലി പ്രപ്പോർഷണൽ ആയിരിക്കും എന്നാണ് പറയുന്നത്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മുടെ കയ്യിൽ 2 മുട്ട ഉണ്ടെന്ന് വിചാരിക്കാം. ഈ മുട്ടകൾ നമ്മൾ താഴോട്ട് ഇടുകയാണ്. ഒന്ന് പോയി വീഴുന്നത് ഒരു പാറയുടെ മുകളിലോട്ടാണ്, ഒന്ന് പോയി വീഴുന്നത് ഒരു തലയണയുടെ മുകളിലോട്ടാണെന്ന് വിചാരിക്കുക. അപ്പൊ ഏതായിരിക്കും പൊട്ടുന്നത്? പൊട്ടുന്നത് ഈ പാറയുടെ മുകളിലോട്ട് വീഴുന്നതായിരിക്കും. എന്തുകൊണ്ടാണ് അവിടെ ഉണ്ടാവുന്ന ഫോഴ്സ് എന്ന് പറയുന്നത് അവിടെ ഉണ്ടാവുന്ന ടൈമുമായിട്ട് ബന്ധമുണ്ട് എന്ന് പറയുന്നത്? അതായത് ടൈമിന് വിപരീത അനുപാതത്തിലായിരിക്കും എന്നാണ് പറയുന്നത് അനുഭവപ്പെടുന്ന ബലം എന്ന് പറയുന്നത്. അപ്പോൾ ഈ തലയണയിലേക്ക് വീഴുന്ന മുട്ടയെ സംബന്ധിച്ചിടത്തോളം അതിൽ കുറച്ച് കൂടുതൽ സമയം അതിനൊരു തിരിച്ച് മുകളിലോട്ട് പോകാൻ വേണ്ടി കിട്ടും അല്ലേ? ഇവിടെ ഒരു ഡീഫോർമേഷൻ സംഭവിക്കുന്നുണ്ട്. ആ മുട്ട തലയണയിലേക്ക് വീഴുന്ന സമയത്ത് തലയണയ്ക്കൊരു ഡീഫോർമേഷൻ സംഭവിക്കും. ആ തലയണ മേളിലോട്ട് വരും, ആ മുട്ടേനെ അവിടെ തന്നെ നിർത്തും, പ്രത്യേകിച്ച് കുഴപ്പമൊന്നും ഇല്ലാണ്ട്. അത് കുറച്ചൊരു ടൈം കിട്ടുന്നുണ്ട്. അപ്പോൾ ആ ടൈം എന്ന് പറയുന്നത് ഈ പാറയിലേക്ക് മുട്ട വീഴുന്ന ടൈമിനെ സംബന്ധിച്ചെടുത്ത് നോക്കുമ്പോൾ കുറച്ചുകൂടെ എന്താണ്, കൂടുതലാണ്. അപ്പൊ അവിടെ ആക്ട് ചെയ്യുന്ന ഫോഴ്സ് എന്ന് പറയുന്നത് എന്തായിരിക്കും? തലയണയിലേക്ക് വീഴുന്ന ഫോഴ്സ് എന്ന് പറയുന്നത് കുറവായിരിക്കും, പക്ഷെ പാറയിലോട്ട് വീഴുന്ന ഫോഴ്സ് എന്ന് പറയുന്നത് കൂടുതലായിരിക്കും. അതായത് ടൈമിന് ഇൻവേഴ്സ്ലി പ്രപ്പോർഷണൽ ആയിരിക്കും. അതാണ് അവിടെ പറയുന്നത്.
ഇനി ഈ ആവേഗ ആക്ക തത്വം പ്രയോജനപ്പെടുത്തുന്ന നിരവധി സന്ദർഭങ്ങളുണ്ട്. അത്തരം സന്ദർഭങ്ങളാണ് പറയുന്നത്. ക്രിക്കറ്റ് ബോൾ പിടിക്കുമ്പോൾ കൈ പിറകോട്ട് വലിച്ച് ബോളും കൈയും സമ്പർക്കത്തിൽ വരുന്ന സമയം ദീർഘിപ്പിക്കുന്നു. ഈ സമയം ദീർഘിപ്പിക്കപ്പെടുമ്പോൾ എന്ത് സംഭവിക്കും? അത് വരുന്ന ഫോഴ്സ് നമുക്ക് കുറയ്ക്കാൻ വേണ്ടി പറ്റും അല്ലേ? അതായത് ടൈമും ഫോഴ്സും ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആണെന്ന് കണ്ടു. അപ്പൊ ആ ഫോഴ്സ് കുറയ്ക്കാൻ വേണ്ടി പറ്റും. അപ്പൊ അതിന്റെ ആഘാതം നമുക്ക് കുറയ്ക്കാൻ വേണ്ടി പറ്റും. അതിന് വേണ്ടിയിട്ടാണ് ബാക്കോട്ട് വലിച്ചത്. ഇത് നമ്മൾ ആക്കത്തിന്റെ കേസിലും ഒരു എക്സാമ്പിൾ ആയിട്ട് പറഞ്ഞിരുന്നു. കൈ ബാക്കോട്ട് വലിക്കുമ്പോൾ ആ ഫോഴ്സ് ആ ടൈം കൂടുതലാക്കി കൊണ്ടുവന്ന് ഫോഴ്സ് കുറയ്ക്കാൻ വേണ്ടി പറ്റും എന്നുള്ളതാണ്. അടുത്തത് പോൾ വാൾട്ട് ചാടുമ്പോൾ ഫോം ബെഡിൽ വീഴുന്നത് മൂലം ആഘാതം കുറയുന്നു. അപ്പം ഇത് നേരത്തെ മുട്ട തലയണയിൽ വീഴുന്ന ഒരു എക്സാമ്പിൾ ആണ് ഉദ്ദേശിച്ചത്. അതായത് പോൾ വാൾട്ട് ചാടുമ്പോൾ ഫോം ബെഡിലേക്ക് വീഴുമ്പോൾ ഫോം ബെഡിൽ കുറച്ച് ടൈം കിട്ടും നമുക്കൊരു തിരിച്ച ഫോം ബെഡിലേക്ക് വന്ന് ഫോം ബെഡ് ഉയരാനുള്ള ആ ഒരു ടൈം കിട്ടും. നേരെ നമ്മൾ മണലിലോട്ടോ അങ്ങനെ എങ്ങോട്ടെങ്കിലാണ് വീഴുന്നതെങ്കിൽ ഒരു ഡയറക്റ്റ് ഹിറ്റ് ആയിരിക്കും അല്ലേ? അതേസമയം ഈ ഫോം ബെഡിനൊരു ഇലാസ്റ്റിസിറ്റി പോലത്തെ ഒരു സംഭവം ഉള്ളത് കൊണ്ട് അതിനൊരു ഡീഫോർമേഷൻ സംഭവിച്ച് അത് മേലോട്ട് എടുക്കാനുള്ള ഒരു സമയം കിട്ടും. ആ ടൈമിൽ ഫോഴ്സ് കുറവായിട്ടായിരിക്കും അനുഭവപ്പെടുന്നത് എന്നുള്ളതാണ്. ടൈം കൂടുന്നതിനനുസരിച്ച് ഫോഴ്സ് കുറയും. ഇനി മൂന്നാമത്തത്, ഒരു അഭ്യാസി കൈകൊണ്ട് വളരെ വേഗത്തിൽ വീശി കടുപ്പമുള്ള ഇഷ്ടികകൾ തകർക്കുന്നു. അതായത് ടൈം പെട്ടെന്ന് ഉള്ള ഒരു ടൈമിലാണ് എന്ത് ചെയ്യുന്നത്, ഒരു ഇഷ്ടിക, ഈ കരാട്ടെ പ്ലേയേഴ്സ്, കരാട്ടെ അറിയാവുന്ന ആൾക്കാരൊക്കെ നമ്മൾ ഓടൊക്കെ ഇടിച്ച് പൊട്ടിക്കുന്നത്, ഇഷ്ടികകളൊക്കെ ഇടിച്ച് പൊട്ടിക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. എങ്ങനെയാണ് അവർ ഭയങ്കര സ്പീഡിലാണ് അവർ പൊട്ടിക്കുക. ആ ഒരു ടൈമിൽ അവർക്ക് എന്ത് അനുഭവപ്പെടുന്നില്ല, വലിയൊരു ഫോഴ്സ് അനുഭവപ്പെടുന്നില്ല. പെട്ടെന്ന് അടിക്കുന്ന സമയത്ത് ഫോഴ്സ് കുറവ് പ്രയോഗിക്കുമ്പോഴത്തേക്കും എന്ത് സംഭവം ബ്രേക്ക് ആയിട്ട് വരും എന്നുള്ളതാണ്. ഇനി ഗ്ലാസ് പാത്രങ്ങൾ അടുക്കി വെച്ചിരിക്കുന്ന പാക്കറ്റുകളിൽ സ്പോഞ്ച്, വൈക്കോൽ മുതലായവ നിറയ്ക്കുന്നു. പാത്രങ്ങൾ കൂട്ടിമുട്ടി പൊട്ടുന്നത് തടയാൻ ഇത് സഹായിക്കുന്നു. അതും ഇതേപോലെ തന്നെ ഒരു സമയം കൂട്ടുന്നതിന് വേണ്ടിയിട്ടാണ് ഈ വൈക്കോല്, കടലാസ് അല്ലെങ്കിൽ സ്പോഞ്ച് മുതലായ വസ്തുക്കളൊക്കെ വെക്കുന്നത് എന്നുള്ള കാര്യം ഓർത്താൽ മതി. നിങ്ങൾ ആ മുട്ടയുടെ കേസ് എപ്പോഴും ഓർക്കുക. മുട്ട തലയിണയിലേക്ക് വീഴുന്നതും മുട്ട പാറയിലേക്ക് വീഴുന്നു. നിങ്ങൾക്കത് കറക്റ്റ് ഡിഫറൻഷിയേറ്റ് ചെയ്ത് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. അപ്പൊ ഇതാണ് ആവേഗത്തിൽ പറയാനുള്ളത്. നമുക്ക് എന്താണ് ടെക്സ്റ്റ് ബുക്കിൽ പറയുന്നത് നോക്കാം. ഓക്കെ, ടെക്സ്റ്റ് ബുക്കിൽ എന്താണ് പറയുന്നത് നമുക്ക് നോക്കാം. ഓക്കെ, ഇമ്പൾസിനെ പറ്റി ടെക്സ്റ്റ് ബുക്കിൽ പറയുന്നത്, വളരെ കുറഞ്ഞ സമയത്തിനുള്ളിൽ വളരെ വലിയൊരു ബലം വസ്തുക്കൾക്ക് ആക്ക വ്യതിയാനം ഉണ്ടാക്കുന്നത് നാം പലപ്പോഴും കാണാറുണ്ട്. ഉദാഹരണത്തിന് പന്ത് ചുമരിൽ തട്ടി തിരിച്ചു വരുന്നത്. ഇവിടെ പന്തും ചുമരും തമ്മിൽ സമ്പർക്കത്തിലുള്ള വളരെ ചെറിയ ഇടവേളയിൽ മാത്രമാണ് പന്തിന്മേൽ ചുമർ ബലം പ്രയോഗിക്കുന്നത്. എങ്കിൽ പോലും പന്തിന്റെ ആക്കദിശ നേർ വിപരീതമാക്കാൻ കഴിയുന്ന തരത്തിൽ ആ ബലം വളരെ വലുതാണ്. ഇത്തരം സന്ദർഭങ്ങളിൽ ബലത്തെയും ബലം പ്രയോഗിക്കപ്പെടുന്ന ഇടവേളയെയും പ്രത്യേകമായി കണക്കിലെടുക്കുക പ്രയാസമാണ്. എന്നാൽ ബലത്തിന്റെയും സമയത്തിന്റെയും ഗുണനഫലം നമുക്ക് അളക്കാൻ കഴിയുന്ന തരത്തിലാണ്. ഈ ഗുണനഫലത്തെ ആവേഗം എന്ന് പറയുന്നു. ഒരു ബോള് ഒരു വാളില് തട്ടി തിരിച്ചു വരുന്ന കേസാണ് പറയുന്നത്. പെട്ടെന്ന് അത് തിരിച്ചു വരും. തിരിച്ചു വരുന്നത് സെയിം ഡയറക്ഷനിലാണോ? അല്ല, ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ്. അപ്പൊ അത്രയും ഒരു ചെറിയൊരു സമയത്താണെങ്കിലും ആ ചുമര് അല്ലെങ്കിൽ ആ ബോൾ എന്ന് പറയുന്നത് ആ ബോളിന്റെ മേൽ പ്രയോഗിക്കുന്ന ബലം അത്രയും വലുതാണെന്നാണ് പറയുന്നത്. ആ ബലം കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്താൽ മതി? ഫോഴ്സ് ഇൻറ്റു ടൈം ചെയ്താൽ മതി എന്നുള്ള കാര്യമാണ്. അതിനാണ് ഇമ്പൾസ് ആക്ച്വലി ഒരു ബലമാണ്, ആവേഗ ബലമാണ് എന്നുള്ള കാര്യം ഓർക്കുക. ആവേഗം ഈസ് ഈക്വൽ ടു ബലം ഇൻറ്റു സമയ ഇടവേള വിച്ച് ഈസ് ഈക്വൽ ടു ആക്ക വ്യത്യാസം. നമ്മൾ നേരത്തെ കണ്ട കാര്യം തന്നെയാണ്. വളരെ ചെറിയ ഇടവേളയിൽ പ്രവർത്തിക്കുന്ന വളരെ വലിയ ബലത്തെയാണ് ആവേഗബലം എന്ന് പറയുന്നത്. മുൻകാലങ്ങളിൽ ആവേഗബലത്തെ ഒരു പ്രത്യേക വിഭാഗമായാണ് കണക്കാക്കിയിരുന്നത്. എന്നാൽ ന്യൂട്ടോണിയൻ മെക്കാനിക്സിൽ അല്ലെങ്കിൽ ന്യൂട്ടോണിയൻ ബലതന്ത്രത്തിൽ അത്തരം വ്യത്യാസങ്ങളില്ല. ആവേഗബലം മറ്റെല്ലാ ബലങ്ങളെയും പോലെയുള്ളതാണ്. വ്യത്യാസം ആവേഗബലം വളരെ ചെറിയ ഇടവേളയിൽ പ്രവർത്തിക്കുന്ന വലിയ ബലമാണെന്നുള്ളതാണ്. ഇവിടെ ഒരു ക്രിക്കറ്റിന്റെ ഒരു കണക്ക് തന്നിട്ടുണ്ട്, ഒരു ന്യൂമറിക്കൽ പ്രോബ്ലം തന്നിട്ടുണ്ട്. അപ്പം നിങ്ങൾ അത് ചെയ്ത് നോക്കുക. അപ്പോൾ അടുത്ത ക്ലാസ്സിൽ നമ്മൾ അടുത്ത ടോപ്പിക്കായിട്ട് വരും. അതുവരേക്കും എല്ലാവരും പഠനം തുടരുക. എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ് ആൻഡ് താങ്ക് യു.